എന്തിനാ? ദൈവത്തിനറിയാം ഇവനെ ഇവന്മാർക്ക് അടക്കാൻ കൊടുത്താൽ ഇവന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇവന്റെ ബെറിയൽ നടത്തിയ ഈ കൂടാരം, ഈ ശവക്കല്ലറ ആയിരക്കണക്കിന് ആളുകളുടെ തീർത്ഥാടന കേന്ദ്രമാക്കാൻ സാത്താൻ പ്ലാൻ ചെയ്ത് വെച്ചൊരു സാധനമായിരുന്നു. ഇന്ന് കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവദത്തമല്ലാത്ത ചില പിശാചിന്റെ പദ്ധതിയെ ഈ ചെറിയ യോഗത്തിനകത്ത് വച്ച് ദൈവം പൊളിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവദത്തമായ ചില ക്രമങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം നിങ്ങളുടെ മഹനീയമായ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം എല്ലാവർക്കും അറിയാവുന്നതാണ്. 4-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. നിങ്ങൾ തലമുക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്തിന് വയലുകൾ റെഡിയാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തല ഉയർത്തി നോക്കണം. ആമേൻ. അപ്പൊ തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾ കാണുന്നത് എന്തുവാ? കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലുകളാണ്. നമുക്കറിയാം, കൊയ്ത്ത് കറക്റ്റ് സമയത്ത് നടന്നില്ലെങ്കിൽ അവൻ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ തന്നെ കുട്ടനാട് വില കൊടുത്ത് എല്ലാ കാലത്തും ഇതിനെ താങ്ങി 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 നിർത്തുകയാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സഭയോട് പറയാനുള്ളത്, അവൻ കൊയ്ത്തിന് വയലുകളെല്ലാം റെഡിയാണ്. പക്ഷെ പ്രശ്നം എവിടാന്ന് ചോദിച്ചാൽ വേലക്കാരില്ല. ആ വേലക്കാരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സഭ ഈ മിഷണറി യാത്രയെ കുറിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദ്യം പറഞ്ഞു. മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അന്ത്യോക്യ സഭ അപ്പോസ്തലപ്രവൃത്തി 13-ൽ അവർ ദൈവമുമ്പാകെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും ദൈവം വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് സഭ അയക്കാൻ വേണ്ടി. അതിനു മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ തേജസ്സേറിയ വേല തന്നെയാണ്. ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരെ അവിടെ വായിക്കുന്നു. നിഗാർ എന്ന പ്രവാചകൻ, ചരിത്രം പറയുന്നത് പ്രവാചകന്മാരുടെ ഇത്രയും ദീർഘമായ ദൃഷ്ടിയുള്ള ഒരു പ്രവാചകൻ അറിയില്ല. ഇവരെല്ലാം താഴെ ഇരുന്ന് ഉപസിക്കും. സ്തോത്രം പറയാവൂ. അങ്ങനെ ആ സഭയിൽ വെച്ചാണ് ദൈവത്തിന് സ്തോത്രം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരായി. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഈ ഉയർത്തിപ്പിടിക്കുന്ന പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപവസിച്ച സഭ നിമിത്തം കിട്ടിയത് ഒരു ദൂത് ഞാൻ ചേർത്ത് പറയാം. ഉപവസിക്കുന്ന നിനക്ക് ലോകം അറിയുന്ന ഒരു പേരും കൂടെ ദൈവം വെച്ചിട്ടുണ്ട്. രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന പേര് ഇപ്പോൾ ലോക പ്രസിദ്ധമായി അല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറയുന്ന മതം പോലും ക്രിസ്ത്യ മതം. എവിടെന്നാ കിട്ടിയേ? അന്ത്യോക്യ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാടില്ല. ആളുകൾ കളിയാക്കി വിളിച്ചതാ എന്തുവാ? പക്ഷേ ആ നാട്ടുകാർ കളിയാക്കിയൊന്നും നമുക്ക് വിഷയമല്ല. പേര് തന്നെ. ചില സമയങ്ങളിൽ നിനക്കൊരു പേര് തരാം, വിരോധി എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് വരും. എത്രയോർക്ക് ഉറപ്പുണ്ട്? നാട്ടുകാർ നല്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ വിരോധിയെ കൊണ്ട് ദൈവം നിനക്ക് പ്രയോജനം തരുത്തും. ആ ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ ദൈവത്തിന്റെ കാര്യപരിപാടിപ്പെട്ട ഒരു അനുഭവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് നമ്മെ നിർബന്ധിതനായിരിക്കുന്നത്, നിങ്ങളുടെ തല ഒന്ന് ഉയരണം. തുടങ്ങുന്നത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങളുടെ തല ഉയർത്തിയാൽ ദൈവം നിങ്ങളുടെ തല ഉയർത്തും. നിങ്ങളുടെ തല ഉയരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തല ഉയരണം. പിശാചിന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, നിന്റെ ആയുഷ്കാലത്ത് നിന്റെ തല എന്ത് ചെയ്യരുത്. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, സങ്കീർത്തനത്തിൽ യഹോവ കുനിഞ്ഞിരിക്കുന്നവർ എന്തോ നിവർത്തും. നമുക്കറിയാം, ഈ പ്രായം കൊണ്ട് തല കുനിയുന്നവരുണ്ട്.
അല്ലെ? പ്രായം കൊണ്ട് തല എന്തോ ചെയ്യണം അല്ലെ? പ്രായമാകുമ്പോൾ തല എന്ത് ചെയ്യണം? അത് ഒരു ആദ്യത്തമാണ് അല്ലെ? ശരിയല്ലേ? പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി തടിയും തലയെടുപ്പുള്ള അപ്പച്ചന്മാരെ കണ്ടിട്ടുണ്ടോ? പ്രായമാകുമ്പോൾ പതുക്കെ തല കുനിയും. പ്രായം കൊണ്ട് വേണം കുനിയാൻ കേട്ടോ. ചിലരുടെ മക്കൾ നിമിത്തം തല കുനിഞ്ഞിട്ടുണ്ട്. എന്നാൽ 18 ആണ്ട് കൊണ്ട് കൂനിയായിരുന്നു സ്ത്രീയെ കർത്താവ് പറഞ്ഞത് എന്നറിയാമോ? ഇവൾ അബ്രഹാമിന്റെ കൊച്ചുമോളാണ്. പക്ഷെ പിശാചുള്ള തല കുനിച്ചു. പിശാചിന് എപ്പോഴും ആഗ്രഹം എന്നാന്നറിയാമോ? നമ്മുടെ തല ആയുഷ്കാലത്ത് ഉയരരുതെന്ന് പിശാചിനൊരു നോട്ടമുണ്ട്. ഇന്ന് സന്ധ്യാസമയത്ത് പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിന്റെ മിനിസ്ട്രിയുടെ തല ഉയരാൻ, ജീവിതത്തിന്റെ മേഖലയുടെ തല ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഇന്ന് രാത്രി സന്ധ്യാസമയം വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു.